അപ്പുറത്തെ ആ മുറിക്കകത്ത് രണ്ടുപേരും കൂടെ. അടിപൊളി സ്ഥലമല്ലേ, അടിപൊളി വയലും. മോഹൻലാലിന്റെ മാമ്പഴം ആയതുകൊണ്ട് വേണ്ട. അങ്ങനെ പറയല്ലേ. ചേച്ചിക്ക് ചെത്തോളാൻ വയ്യ കടക്കാൻ. ആദ്യമൂലം കെട്ടിക്കോട്ട് അമ്പലം. തൊഴുതിട്ടങ്ങ് എനിക്ക് പിന്നെ ജാതിയും മതവും ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ഞാൻ എല്ലായിടത്തും പോകും. ചേച്ചി നിലവറ മേളിലല്ലയോ? ഇത് അങ്ങോട്ട് പോകുമ്പോ ഇത് ഒഴിച്ചുകൂടെ എണ്ണ? ഞാനും നിങ്ങളെ പോലെ കുറിയൊക്കെ ഇട്ട് അല്ല ഇതായി കൊള്ള ചേച്ചി. മുറം കൊട്ട എല്ലാം ഉണ്ട്. പഴയ കാലത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. എനിക്കൊന്ന് മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. കുറിയൊക്കെ ഇട്ട് അമ്പലത്തിന് പുറത്തുനിന്ന് ഇറങ്ങി ഇനി അടുത്ത എവിടെ പോകുന്നതായിരിച്ചു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചുരിദാറിന് മാച്ച് ചെയ്യുന്ന അതേ നിറം. കുറിയിട്ടതേ അതേ നിറം. എങ്ങോട്ടാ മോനെ പോണ്ടത്? ഇതാണോ വീട്? എടാ സൂക്ഷിച്ച് പോ. റെസ്റ്റിങ്ങിൽ നിൽക്കുകയാണ്. ഇനി അടുത്ത ക്ഷേത്രത്തിൽ പോകാം. എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഏത് വീട്ടിലായിരിക്കും? കണ്ടോ, ഇനി അടുത്ത വീട്ടിലോട്ടാണ് കയറ് കെട്ടി. ഈ ചേച്ചി എനിക്ക് വൈറലാക്കണമെന്നുണ്ട് കേട്ടോ. ചേച്ചി വൈറലാവാൻ പിടി തരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ചേച്ചി നല്ലൊരു നിലയിൽ എത്തിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതെന്തായാലും ഇന്ന് ഞാൻ സഫലമാക്കി കൊടുക്കും. ചേച്ചി പറയുന്നത് കേട്ടോ, ഫ്രണ്ടായിട്ട് പോയാലേ സ്വാതന്ത്ര്യമുള്ളൂ. കേട്ടോ, ചേച്ചി പറയുന്നത് കേട്ടോ, ഫ്രണ്ട്സുമായിട്ട് പോകുന്നതാണ് ഏറ്റവും അടിപൊളിയത്. നല്ല ഫ്രണ്ട്സായിട്ട് പോയാലും ചേച്ചി പറയുന്നത്. അങ്ങനെ നമ്മൾ വന്ന് ഈ വീട്ടിലിരുന്ന് കയറി. നല്ല പിന്നെ ആണോ? വേണ്ടേ ചട്ടി വേണ്ടേ? ഇതിനെത്ര രൂപയാ? ഇത് 5500. ആ ചട്ടി എത്ര? 850, 750. വലിയ ചട്ടി. ഇത് എത്ര? പൈസ വന്നിട്ട് എടുത്ത് കുഴപ്പമില്ല. ഏതാ? 3500. അതെന്തൊരു കാര്യമാ? എൻ്റെ വീട് അങ്ങ് പോണം, കുറച്ച് ദൂരെയാ. അങ്ങ് പോണം, പുനലൂരെന്ന് പറയും. അത് ശരി. അതെപ്പോഴും ഉള്ളതാ. നടന്ന് ഇഷ്ടം പോലെ ഉണ്ടല്ലേ കാണാനും. എപ്പോ വരും ചേച്ചി?